വെൽക്കം. നമുക്ക് ഈ ലവ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 4 വിധത്തിൽ വേണേൽ എടുക്കാം. അപ്പം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുടുംബത്തിലുള്ള ഇല്ല അടുത്ത റിലേറ്റീവ്സിനെയൊക്കെ സ്നേഹിക്കുന്ന പറഞ്ഞാൽ അതിന് മൃഗങ്ങൾക്ക് പോലും ഒരു ടെൻഡൻസി ഉണ്ട്. ഒക്കെ അതൊരു വലിയ അങ്ങേറ്റത്തെന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഒരു സ്ട്രേഞ്ചറെ സഹായിക്കുക, വീണ് കിടക്കുന്ന ഒരാളെ നമ്മൾ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വലുതാണ്. അപ്പം മൂന്നാമത്തെ ഒരു ലവ് എന്ന് പറയുന്നത് നമ്മൾ നേച്ചറിലുള്ള ജീവജാലങ്ങളെയൊക്കെ ഇപ്പം മരത്തിനോ മറ്റ് ജീവികൾക്കോ ഒക്കെ അവരോടൊക്കെ നമ്മുടെ സ്നേഹം തോന്നുന്ന പെറ്റ് ഇവരോടൊക്കെ നമുക്ക് തോന്നിക്കുന്ന സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ വലുതാണ്. അപ്പോൾ അതൊരു സ്വാർത്ഥത നമുക്ക് പറയാൻ പറ്റത്തില്ല, നമുക്ക് അവരിൽ നിന്നൊന്നും കിട്ടുന്നില്ല. സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് സാധാരണ ഈ 8 ഫോംസ് ഓഫ് ലവ് ഉണ്ട്. അത് നമുക്കിവിടെ അത്ര പ്രസക്തമല്ല. പക്ഷേ ഇവിടെ വളരെ പ്രസക്തമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 4 ടൈപ്സ് ഓഫ് ലവ്. അപ്പോൾ നിങ്ങളുടെ കുടുംബാംഗങ്ങളെ നിങ്ങൾ സ്നേഹിക്കുക, വീട്ടിലുള്ളവരെ, ബന്ധുക്കളെ, ഇതൊക്കെ പറയുന്ന എല്ലാ ജീവജാലങ്ങൾ പോലും സ്നേഹിക്കുന്നതാണ്. മൃഗങ്ങളെയൊക്കെ നമ്മളിങ്ങനെ കാണാറുണ്ട്. അതുപോലെ തന്നെയാണ് നമുക്ക് ഒരു പരിചയമില്ലാത്ത ഒരാൾ റോഡിൽ കിടക്കുകയാണെങ്കിൽ അയാളെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടാക്കുന്നത് നമ്മളൊരു സ്ട്രേഞ്ചറോടുള്ള നല്ല ശബരിയാക്കാരന് ബൈബിളിൽ പറയുന്നത് പോലെ. അതുകൂടാതെ നമുക്ക് ജീവജാലങ്ങളെയും മൃഗങ്ങളെയും ചെടികളെയും ഒക്കെ സ്നേഹിക്കുന്നത് കുറച്ചുകൂടെ കൂടിയ, നേച്ചറിൽ സ്നേഹിക്കുന്നതൊക്കെ കുറച്ചുകൂടെ കൂടിയ ലവാണ്. ഏറ്റവും ഹയസ്റ്റ് ലവ് എന്ന് പറയുന്നത് നമ്മളെ ഹർട്ട് ചെയ്യുന്നവരോട് പോലും നമ്മുടെ വികാരം അൺകണ്ടീഷണൽ ലവ് ആണ്. നമ്മളെ കുറ്റം പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും ഒക്കെ നമുക്ക് അവരോടുള്ള ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനത്തെ ഒരു ലവ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ട്രസ്റ്റ് വരും, എല്ലാവരിൽ നിന്നും ഹീലിംഗ് പെട്ടെന്ന് നടക്കും, നമ്മുടെ കോൺഫിഡൻസ് ഒരുപാട് കൂടും, റിസീലിയൻസ് വരും, ഫോർഗീവ്നെസ് തന്നെ വന്നോളും, സ്ട്രോങ് ബോണ്ട് വരും, നമുക്ക് സ്റ്റെബിലിറ്റി വരും, ഒന്നിനെയും പേടിയില്ലാത്തൊരു ഫിയർലെസ്നെസ് വരും, അക്സെപ്റ്റൻസ് വരും, ലൈഫിൽ ഗ്രോത്ത് വരും, ഒരു ബിലോങ്ങിങ്സ്, മറ്റുള്ളവരൊക്കെ നമുക്കൂടെ വേണ്ടപ്പെട്ടവരാണ്, ഒരു എമ്പതി വരും, ഹാപ്പിനെസ് വരും, ഗ്രാറ്റിറ്റ്യൂഡ് വരും, ഓണസ്റ്റി വരും, ഹെൽത്ത് ബെറ്റർ ആകും, പീസ് വരും, ലെഗസി വരും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അൺകണ്ടീഷണൽ ലവിൽ നിന്നുണ്ട്. അപ്പോൾ എപ്പോഴാണ് നമ്മൾ അൺകണ്ടീഷണൽ ലവ് എന്ന് നമുക്ക് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റണമെങ്കിൽ, ജീസസിൻ്റെ കയ്യിലേക്ക് ആണിയടിച്ച് കയറ്റിക്കൊണ്ടിരുന്നപ്പോഴും ജീസസ് പറഞ്ഞത്, എന്നോട് ഈ ദ്രോഹം ചെയ്യുന്ന അവർക്കൊരു ദോഷം വരരുത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അവർ ചെയ്യുന്ന എന്താണെന്ന് തന്നെ അവർക്ക് അറിയത്തില്ല, പക്ഷേ അവർക്കൊരു ദോഷം ഉണ്ടാകരുത് എന്നുള്ളതാണ് ജീസസിൻ്റെ, അതാണ് ബൈബിളിലെ ഏറ്റവും ഉദാത്തമായ ഭാഗം. ഇതുപോലെ ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ ഹുസൈൻ മൻസൂർ ഹലാജി, പ്രോഫറ്റിന് 2 നൂറ്റാണ്ടിന് ശേഷം അദ്ദേഹം ഒരു സൂഫി ഗുരുവായിരുന്നു, ഹിമാലയത്തിലൊക്കെ വന്ന് താമസമൊക്കെ ഇരിക്കുന്ന ആളായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരുപാട് അത്ഭുതങ്ങളൊക്കെ കാണിക്കുന്നു. ആദ്യമൊക്കെ അത് കൂടുതൽ അദ്ദേഹത്തിന് ഒരുപാട് ഫോളോവേഴ്സ് കൂടിയപ്പോഴത്തേക്കും മെയിൻ സ്ട്രീം ഇസ്ലാമിന് ഇദ്ദേഹം ദോഷമാകുമോ, അവസാനം അദ്ദേഹത്തെ പിടിച്ച് ജയിലിലൊക്കെ ഇടുന്നുണ്ട്. അപ്പം അന്നേരമൊക്കെ അടുത്ത ദിവസം നോക്കുമ്പോൾ ഇദ്ദേഹം ജയിലിൽ നിന്ന് ഇയാൾ സ്വയം അവിടുന്ന് കൂട് വിട്ട് കൂട് മാറും, അടുത്ത മലയുടെ മുകളിലിരുന്ന് ആൾക്കാർക്ക് ജ്ഞാനം കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ ആയി അദ്ദേഹത്തെ അവസാനം വധിക്കാനായിട്ട് തീരുമാനമെടുത്തു. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തെ പിടിച്ച് കെട്ടിയിട്ടിട്ട് കൈയും കാലുമൊക്കെ കെട്ടിയിട്ടിട്ട് ഒറ്റ വെട്ടിന് കൈ മുട്ടിൻ്റെ മുകളിൽ വെച്ച് മുറിഞ്ഞു പോകുമ്പോൾ ഇദ്ദേഹം പൊട്ടിച്ചിരിക്കുകയാണ്. കാല് മുട്ടിൻ്റെ മുകളിൽ വെച്ച് വാളുകൊണ്ട് മുറിച്ച് കളയുമ്പം ഇദ്ദേഹം ചിരിക്കുകയാണ്. ഇത് ചോദിക്കുന്നത്, ഈ കാലല്ലല്ലോ ഞാൻ, അപ്പം സ്വർഗത്തിൽ നടക്കാൻ പോകുന്ന കാലുകളെ വെട്ടാനായിട്ട് നിങ്ങൾക്ക് കഴിയില്ലല്ലോ. അപ്പോൾ കഴുത്താണ് വെട്ടാൻ പോകുന്നത് അറിയുമ്പോൾ തന്നെ അദ്ദേഹം പറയുന്നത്, എനിക്ക് ഈ ദോഷം ചെയ്തവരെ അവർക്കും അവരുടെ കുഞ്ഞുങ്ങൾക്കോ അവരുടെ തലമുറകൾക്കോ ഒരു ദോഷവും വരുത്തരുതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കഴുത്ത് കെട്ടിക്കളയുന്നത്. അപ്പം ശരീരമല്ല ഞാനെന്ന് പറയുന്ന ബോധം. അതുപോലെ തന്നെ നമ്മൾ മഹാഭാരതത്തിലെടുക്കുകയാണെങ്കിൽ ഭീഷ്മർ ഏറ്റവും ഭീഷ്മ പിതാമഹ, അദ്ദേഹം ശരശയ്യയിൽ കിടക്കുകയാണ്. അപ്പം ശരശയ്യയിൽ കിടക്കുമ്പോൾ ഈ അമ്പെയ്ത് വീഴ്ത്തിയ അർജുനനും പഞ്ചപാണ്ഡവന്മാരൊക്കെ കാണാൻ പോകുമ്പോഴത്തേക്കും എന്നിട്ട് ഇവർ പറയും, വില്ലിച്ച അങ്ങയോട് ഞങ്ങൾ ദോഷം ചെയ്തു, അതുകൊണ്ട് ഞങ്ങൾ യുദ്ധം നിർത്തിയിട്ട് കാട്ടിൽ പോവുകയാണ്, ഇനി വിജയിക്കണ്ട. അന്നേരം അദ്ദേഹം പറയുകയാണ്, മക്കളെ, നിങ്ങളെ ഞാനൊന്ന് ചൊടിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു, നിങ്ങൾക്ക് മാത്രമേ ധർമ്മം പുനഃസ്ഥാപിക്കാൻ കഴിയൂ. അപ്പോൾ എൻ്റെ അന്ത്യം
ശിഖണ്ഡി വഴി വരുമെന്ന് ഞാൻ തന്നെ പറഞ്ഞു കൊടുത്തു തന്നത്. അപ്പോൾ നിങ്ങൾ അവരെ കണ്ടെത്തി എൻ്റെ മുന്നേ കൊണ്ട് നിർത്തി എന്നെക്കൊണ്ട് ആയുധം താത്ത് വെപ്പിച്ച് എന്നെ അമ്പ് ചെയ്ത് താഴെ ഇട്ടു, ശരശയ്യ തീർത്തു. അപ്പം ഇത് ഞാൻ അനുഭവിക്കേണ്ടതാണ്, കാരണം ഞാൻ ആവശ്യമില്ലാത്ത ശബ്ദവും ചെയ്ത് ആവശ്യമില്ലാത്ത ജീവിതമായിട്ട് നടന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറയുന്നത്, നിങ്ങളെങ്കിലും പോകരുത്, നിങ്ങൾ രാജ്യം ഭരിക്കണം. അപ്പോൾ ഭീഷ്മ ഉപദേശങ്ങൾ കൊടുക്കുകയാണ്, ഇക്കണോമിയെക്കുറിച്ചും ടാക്സ് പിരിക്കേണ്ടതിനെക്കുറിച്ചും ജനത്തിന് നന്മ ചെയ്യേണ്ടതും ജസ്റ്റിസ് എങ്ങനെ അഡ്മിനിസ്റ്റർ ചെയ്യണം, അവർക്കെല്ലാ ഉപദേശങ്ങളും കൊടുത്തതിന് ശേഷമാണ് അദ്ദേഹം മരിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മളെ ദ്രോഹിച്ച ആൾക്കാരെ നമ്മൾ വെറുക്കാതിരിക്കുക, ആ ദ്രോഹിച്ച ആൾക്കാരിൽ പോലും നന്മ കണ്ടെത്തുന്ന ആ രീതിയാണ് എപ്പോഴും നമുക്ക് ഈ അൺകണ്ടീഷണൽ ലവ്. നമ്മളെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി നമ്മളവരെ വെറുക്കുകയല്ല വേണ്ടത്. വേറൊരു രീതി ചിന്തിക്കുമ്പം നമുക്ക് കിട്ടുന്ന ഈ തട്ടുകളും ഉപദ്രവങ്ങളൊക്കെ ആയിരിക്കും, ആ മുറിവിലൂടെ ആയിരിക്കും നമുക്ക് ജ്ഞാനം കയറാനുള്ള വാതിൽ തുറന്നു കൊടുക്കുന്നത്. അപ്പോൾ ദ്രോഹിക്കുന്ന ആൾക്കാർ അവരെ നമ്മൾ ദ്രോഹിക്കാൻ ചെയ്തതാണെങ്കിലും അത് ചിലപ്പോൾ ഒരുപാട് നന്മയായി തീരാറുണ്ട് പിന്നീട് നോക്കുമ്പോൾ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അൺകണ്ടീഷണൽ ലവിലേക്ക് വരുന്നതാണ് ഹയ്യസ്റ്റ് ലവ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് മറ്റൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ്. ഇപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃതജ്ഞത, നന്ദി, അപ്രിസിയേഷൻ, അംഗീകാരം, ഗ്രാറ്റിറ്റ്യൂഡ് ഇതൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതെപ്പോഴും നമുക്ക് എല്ലാ വേദപുസ്തകങ്ങളും നോക്കുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡിന് പ്രത്യേക സ്ഥാനം കൊടുക്കുന്നുണ്ട്. വേദങ്ങൾ കാണാനും ശരി, മത്തായിയുടെ സുവിശേഷം പറയുന്നുണ്ട്, നന്ദിയുള്ളവന് വീണ്ടും വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കും. നന്ദിയുള്ളവൻ്റെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നന്ദി ഇല്ലാത്തവൻ്റെ കയ്യിൽ നിന്ന് കൊടുത്തതും കൂടി തിരിച്ചെടുക്കും. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നന്ദി കൂടുതലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു വണ്ടി ഉണ്ടെങ്കിൽ അവൻ്റെ നന്ദി കൂടി കഴിയുമ്പോഴത്തേക്ക് പിന്നെ അടുത്ത വണ്ടി വരും. നന്ദിയുള്ളവന് ഒരു വീട് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്ത് ഒരു വീട് കിട്ടും, അടുത്തൊരു ഫ്ലാറ്റ് വരും, വീണ്ടും ഒരു ഫ്ലാറ്റ് വരും. നന്ദി ഇല്ലാത്തവരുടെ കയ്യിൽ നിന്ന് അവരുടെ പാവപ്പെട്ടവരുടെ വീടായിരിക്കും ചിലപ്പം കാറ്റത്തെടുത്തുകൊണ്ട് പോകുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ സമ്പത്തിൻ്റെ ഉയർച്ചയും നന്ദിയായിട്ട് വളരെ കണക്റ്റഡ് ആയിട്ടാണ് പഠനങ്ങളിലെല്ലാം കാണിക്കുന്നത്. നന്ദി ഉണ്ടാകുന്ന സമയത്ത് നമ്മളിലുണ്ടാകുന്ന ഒരുപാട് സൂക്ഷ്മമായ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്, അത് നമുക്കൊരുപാട് മാറ്റം തരുന്നുണ്ട്. ഓക്കെ, അപ്പം അതേപോലെ തന്നെ ഖുറാനിൽ പറയുന്നൊരു ഭാഗമുണ്ട്, അപ്പോൾ നന്ദി ഉണ്ടെങ്കിൽ വീണ്ടും കൂടുതൽ കൊടുത്തുകൊണ്ടിരിക്കും, നന്ദി ഇല്ലാത്തവർക്ക് കടുത്ത ശിക്ഷ കൊടുക്കും. അപ്പോൾ ലൈൻ ഷക്കർത്തും ലാസീദ് അന്നഹും, ഷക്കർ എന്ന് പറഞ്ഞാൽ നന്ദി. അപ്പോൾ നന്ദിയുള്ള ആൾക്കാർക്ക് വീണ്ടും വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കും. വേദങ്ങളിലും ഒരുപാട് ഭാഗത്ത് നമ്മളിത് കാണുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്ദി ഉണ്ടായിരിക്കണം. അപ്പം നന്ദി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടും നമ്മൾ അനുഭവിക്കത്തില്ല. അപ്പോൾ നന്ദിയുള്ളവർക്ക് എപ്പോഴും നല്ല നല്ല ജോലി കിട്ടിക്കൊണ്ടിരിക്കും. നന്ദി ഒരു ക്വാളിറ്റി ആയിട്ട് നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കേണ്ടതുണ്ട്. അപ്പം നന്ദി ഉണ്ടെങ്കിൽ, കൃതജ്ഞത ഉണ്ടെങ്കിൽ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യും, ആങ്സൈറ്റി കുറയും, ഹാപ്പിനെസ് കൂടും, റെസീലിയൻസ്, നമ്മൾ ദുഃഖത്തിൽ നിന്ന് മാറി പഴയ അവസ്ഥയിലേക്ക് പെട്ടെന്ന് വരും, സ്ലീപ്പ് ബെറ്ററാകും, ഇമ്മ്യൂണിറ്റി കൂടുതലാകും, നമ്മൾ പെയിൻ കുറയാനായിട്ടും ബ്ലഡ് പ്രഷർ കുറയാനൊക്കെ ആയിട്ട് ഒരുപാട് സഹായമാണ്. എനർജി ഇൻക്രീസ് ചെയ്യും, ലോഞ്ചിവിറ്റി കൂടും. അപ്പോൾ മറ്റുള്ളവർക്ക് നമ്മളുള്ള ട്രസ്റ്റ് ബെറ്ററാകും, റിലേഷൻഷിപ്പ് വളരെ ബെറ്ററാകും, കമ്മ്യൂണിക്കേഷൻ വളരെ കൂടും, എമ്പതി കൂടും, ഫോക്കസ് വളരെ കൂടും, ക്രിയേറ്റിവിറ്റി കൂടും, അപ്പോൾ മോട്ടിവേഷൻ വളരെ കൂടും, ലീഡർഷിപ്പ് കൂടും. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് ഗ്രോത്ത് അട്രാക്റ്റ് ചെയ്യുക, ഓപ്പർച്യൂണിറ്റികൾ വീണ്ടും വീണ്ടും നമ്മൾ മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കും ഗ്രാറ്റിറ്റ്യൂഡ്. അതുപോലെ തന്നെ നമുക്ക് മറ്റൊന്നാണ് പോസിറ്റീവ് ഹാബിറ്റ്സ്. പോസിറ്റീവ് ഹാബിറ്റ്സ് നമുക്കുള്ളപ്പോൾ നമുക്ക് ബെറ്റർ ഹെൽത്ത് വരും. ഒരുപാട് പേർക്ക് ഒരുപാട് നെഗറ്റീവ് ഹാബിറ്റ്സ് ഉണ്ട്, 100 കണക്കിന് നെഗറ്റീവ് ഹാബിറ്റ്സ് ഉണ്ട്. അപ്പോൾ പോസിറ്റീവ് ഹാബിറ്റ്സ് വരുമ്പോൾ മെൻ്റൽ ക്ലാരിറ്റി കൂടും, സ്ട്രെസ്സ് കുറയും, എനർജി കൂടും, ഇമോഷണൽ ബാലൻസ് നന്നായിരിക്കും, സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാകും, റെസീലിയൻസ് വരും, ബെറ്റർ സ്ലീപ്പ് വരും, ഫോക്കസ് ബെറ്റർ ആകും, കോൺഫിഡൻസ് വളരെ കൂടും, ഗ്രോത്ത് കൂടും, ഒരു സ്ട്രോങ്ങർ ബോണ്ട് വരും, കാര്യങ്ങൾ ചെയ്യുന്നതിൽ കൺസിസ്റ്റൻസി വരും, ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി, സമ്പത്തിന് സ്ഥിരത വരും, പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റി, ഓപ്പർച്യൂണിറ്റി കൂടും, ടൈം മാനേജ്മെൻറ്റുള്ള കപ്പാസിറ്റി കൂടും, ക്രിയേറ്റിവിറ്റി കൂടും, നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഒരുപാട് ബെറ്ററാകും, ഗോൾ അച്ചീവ്മെൻറ്റ് കുറച്ചുകൂടെ എളുപ്പത്തിലാകും. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മൾ പറയുക, നമുക്ക് ഈ ലൈഫിൽ എല്ലാവർക്കും പ്രയോറിറ്റീസ് വേണം. അപ്പോൾ ഏതാണ് ടോപ്പ് പ്രയോറിറ്റി?
ഹെൽത്ത് ആണെന്നാണ് പറയുക ഏറ്റവും വലിയ പ്രയോറിറ്റി. ഹെൽത്ത് ഫസ്റ്റ്, ദെൻ ഫാമിലി, അത് കഴിഞ്ഞാണ് നമ്മൾ കരിയർ നോക്കേണ്ടത്. അപ്പം അതുപോലെ തന്നെ നമുക്ക് ലൈഫ്, അപ്പോൾ ഹെൽത്ത് ശരിയാകണമെന്നുണ്ടെങ്കിൽ ക്ലാരിറ്റി ഓഫ് മൈൻഡ് വേണം. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ലാസ്റ്റിംഗ് ഹെൽത്തിനുള്ള മേജർ ഫൗണ്ടേഷൻ. അപ്പോൾ ഈ 5 പില്ലേഴ്സ് ഓഫ് ഹെൽത്ത് ഉണ്ട്. അപ്പോൾ 5 പില്ലേഴ്സിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സിലറേറ്റിംഗ് എക്സസൈസ്. വിഷമിച്ച് കരഞ്ഞ് ബുദ്ധിമുട്ടിയിട്ടല്ല, നമുക്ക് വലിയ സന്തോഷം ഉണ്ടാകുന്ന എക്സസൈസ് വേണം. ഇപ്പം ഞാനൊക്കെ പണ്ടൊക്കെ ഒരു 5-8 വർഷം മുമ്പൊക്കെ രാവിലെ നടക്കാനൊക്കെ പോകുമ്പോൾ 2-3 മണിക്കൂറൊക്കെ ചിലപ്പോൾ നടക്കും. കാരണം ഞാൻ ചെവിക്കകത്ത് വെച്ച് മൊബൈലിൽ കൂടെ വേദങ്ങളോ ഖുറാനോ ബൈബിളോ ഒക്കെ കേട്ടോണ്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞ് ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇതെല്ലാം. അപ്പോൾ ദിവസം 2-3 മണിക്കൂറാണ് അങ്ങനെ പോവുക. എനിക്ക് എക്സലറേഷൻ അതായിരുന്നു. പിന്നെ അതുപോലെ നമുക്ക് മറ്റൊന്നാണ് നറിഷിങ് ന്യൂട്രീഷൻ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് നമുക്ക് എല്ലാം ഇല്ല. അപ്പോൾ ഈ ഡിഫിഷ്യൻസി ഡിസീസ്, പോഷകങ്ങളുടെ കുറവ് കൊണ്ട് വരുന്ന ഒരുപാട് അസുഖങ്ങളുണ്ട്. അപ്പോൾ ഇത് ഞാൻ മറ്റ് വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് അതുപോലെ തന്നെ അത് തന്നെ ലൈഫ് ലൈനിൽ നമ്മൾ അതിനുവേണ്ടി ഇപ്പോൾ ഒരു പുതിയ ഡിപ്പാർട്ട്മെൻറ്റും ഡോക്ടറും നേഴ്സും എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് റീവൈറ്റലൈസിങ് വാട്ടർ, നല്ല ക്വാളിറ്റി വാട്ടർ സഫീഷ്യൻ്റായിട്ട് കഴിക്കുക. 25 കിലോഗ്രാമിന് 1 ലിറ്റർ എന്നുള്ള കണക്കിന് നമ്മൾ കൃത്യമായി വെള്ളം കുടിക്കണം. അതുപോലെ തന്നെ ബ്രീതിങ് എക്സസൈസ്, എനർജറ്റിക് ബ്രീത് വേണം, നമുക്ക് ബ്രീതിങ് എക്സസൈസ് വേണം. മെൻ്റൽ ക്ലാരിറ്റി വേണം. ട്രയാഡ് ഓഫ് ഹെൽത്ത് എന്ന് പറയുന്നത് എക്സസൈസ്, ന്യൂട്രീഷ്യസ്, ഫുഡ് ആൻഡ് സ്ലീപ്പ്. 7-8 മണിക്കൂറെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങണം. അതുപോലെ ഹെൽത്തിൻ്റെ മേഖലയിലൊരു വലിയ സംഭവം സൈക്കോ ന്യൂറോ ഇമ്മ്യൂണോ എൻഡോക്രിനോളജി എന്ന് പറയുന്നൊരു ബ്രാഞ്ചുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തോട്ട് ശരീരത്തിൽ മരുന്നുണ്ടാക്കും. അപ്പം നല്ലതും ഉണ്ടാക്കും, മോശവും ഉണ്ടാക്കും. അപ്പം നമ്മൾ ഹീല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഡോക്ടറും ഇഷ്ടപ്പെട്ട മരുന്നൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ പ്ലസിബോ ഇഫക്റ്റ്, നമ്മളറിയാതെ മരുന്നുമുണ്ട്, പക്ഷെ അതുകൂടാതെ സ്വയം ഹീൽ ചെയ്യാനുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് നമ്മുടെ ബോഡിക്കകത്ത് ഉണ്ടാകും. മരുന്ന്, ഇപ്പോൾ ക്യാൻസർ ഹീൽ ചെയ്യാനുള്ള മരുന്ന് ബോഡി സ്വയം ഉണ്ടാക്കുന്നതിന് പ്ലസീബോ ഇഫക്റ്റ് എന്ന് പറയാം. മരുന്നാണെന്ന് വിചാരിച്ച് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ മരുന്നൊന്നും ആയിരിക്കണമെന്നില്ല. ഇപ്പോൾ ട്രൈബൽസൊക്കെ ചെയ്യുന്ന ചില പച്ചമരുന്നുകളൊക്കെയാണ് നമ്മൾ ആ ഫെയ്ത്ത് ഹീലിംഗ് കൊണ്ട് അത് ഉപയോഗിക്കുമ്പോഴത്തേക്കും നമുക്ക് അസുഖം മാറുന്ന കാണിക്കാം. അപ്പോൾ ആ രോഗം മാറുന്ന മോളിക്യൂൾസ് ഒന്നും അതിനകത്ത് കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമുള്ള മരുന്നും ഡോക്ടറും അതനുസരിച്ച് പൂർണ്ണ വിശ്വാസം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് രോഗം മാറാം. നേരെ മറിച്ച് നൊസിബോ ഇഫക്റ്റ് ഉണ്ട്. നൊസിബോ ഇഫക്റ്റ് ഒരു രോഗമുണ്ട്, ഹൈപ്പോകോൺട്രിക് പേഴ്സണാലിറ്റിയാണ്. രോഗങ്ങളുണ്ടെന്നിങ്ങനെ ആഗ്രഹിച്ച് ചിന്തിച്ചിരിക്കുമ്പോൾ ആ രോഗം നമ്മുടെ ബോഡി ഉണ്ടാകും. പാമ്പ് കടിച്ചിട്ട് വിഷം ഇഞ്ചക്ട് ചെയ്യാതെ പാമ്പ് കടിച്ചാൽ നമ്മൾ ഉടനെ തന്നെ ചിലപ്പോൾ മരിക്കും. കാരണം നമ്മൾ മരണം സ്വീകരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ നൊസിബോ ഇഫക്റ്റ് നമ്മളെ കൊല്ലാൻ മാത്രം പറ്റിയതാണ്, നമുക്ക് രോഗം വരുത്താൻ മാത്രം പറ്റിയതാണ്, നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ മാത്രം പറ്റിയതാണ് നൊസിബോ ഇഫക്റ്റ്. ഒരുപാട് പേര് നൊസിബോ ഇഫക്റ്റ് കൊണ്ട് രോഗത്തിൽ ഒരുപാട് പേര് സഫർ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് ഒരു 100 വർഷമെങ്കിലും യങ് ആയിട്ട് യൂത്ത്ഫുൾ ആറ്റിറ്റ്യൂഡോടുകൂടി ജീവിച്ചിരിക്കാൻ നമ്മുടെ മൈൻഡിനെ പ്രോഗ്രാം ചെയ്യണം. കഴിഞ്ഞ കാലങ്ങൾ പോലല്ല. ഈ പണ്ടത്തെ ആൾക്കാർ ഭയങ്കര ആരോഗ്യവാന്മാരായിരുന്നൊക്കെ പറയുന്നത് ആ കാലഘട്ടത്തിലെ കേരളത്തിലെ ആവറേജ് ലൈഫ് ലോഞ്ചിവിറ്റി 27 വയസ്സായിരുന്നു എന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ? അതേസമയം പിന്നീട് ഇപ്പം നമുക്ക് ഈ 55 വയസ്സ് ആൾക്കാർ റിട്ടയർ ചെയ്യാനായിട്ട് വെച്ചതിൻ്റെ കാര്യം 60 വയസ്സിനകത്ത് മരിക്കുന്നൊരു കാലഘട്ടത്തിലാണ്. ഇന്ന് നമ്മൾ 78 വയസ്സ് വരെ നമുക്ക് ലോഞ്ചിവിറ്റി ഉണ്ട്. പക്ഷേ ആരെങ്കിലുമൊക്കെ 40-50 വയസ്സിലൊക്കെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ മരിക്കുന്നത് 85, 90, 92 വയസ്സുകളിലാണ്. ഈ ലോഞ്ചിവിറ്റി ഇങ്ങനെ കൂടി വരുവാണ്. അപ്പോൾ ഈ ലോഞ്ചിവിറ്റി കൂടുന്ന കൂടെ നമ്മൾ പൂർണ്ണമായി ഹെൽത്തി ആയിരിക്കാൻ പറ്റിയ കാര്യങ്ങൾ കൂടെ ഒരു യൂത്ത്ഫുൾ ആറ്റിറ്റ്യൂഡോട് കൂടി. അപ്പോൾ തിങ്ക് യങ് ആൻഡ് ലീവ് യങ്. അവിടെ നമുക്ക് ന്യൂട്രീഷൻ വേണം, കറക്റ്റ് ഹൈഡ്രേഷൻ, വാട്ടർ വേണം. അപ്പോൾ നമ്മൾ ഇടവിട്ട് സ്വല്പം വാട്ടർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനെ ഹൈഡ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ബാലൻസ്ഡ് മീലായിരിക്കണം. 30 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് പ്രോട്ടീൻ കൂട്ടണം, ഹെൽത്തി ഫാറ്റ് വേണം, കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പോൾ ഈ ഇന്നത്തെ പല പഠനങ്ങളും കാണിക്കുന്നത്
ശരീരത്തിൽ ഇൻബാലൻസ് ഉണ്ടാക്കുന്നത് ചോറ് പോലുള്ള കാർബോഹൈഡ്രേറ്റിലെ ഗോതമ്പ് പോലുള്ള കാർബോഹൈഡ്രേറ്റ് കൂടിപ്പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ അത് കുറച്ചിട്ട് നമുക്ക് നമ്മളിതിനെക്കുറിച്ചൊന്ന് പഠിച്ചിട്ട് വിശദമായി പഠിച്ചിട്ട് നമുക്ക് അതിന് പറ്റിയ ഫ്രൂട്ട് ടേബിൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഒരു ഫുഡ് തെറാപ്പിസ്റ്റിനെ ഫുൾ ടൈം ആയിട്ട് ലൈഫ് ലൈനിൽ വെച്ചിട്ടുണ്ട് വരുന്ന ആൾക്കാർക്ക് ഇത് പറഞ്ഞു കൊടുക്കാനായിട്ട്. അപ്പോൾ ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കുന്നതിൻ്റെ 4-1 ഫ്രൂട്ട്സ് കഴിക്കണം, വെജിറ്റബിൾസ് കഴിക്കണം ഡെയിലി. ജങ്ക് ഫുഡ് കഴിയുന്നത്രയും ഒഴിവാക്കണം, ഒരു നിവൃത്തിയില്ല മാത്രം വല്ലപ്പോഴും. ഓക്കെ. അപ്പോൾ കൃത്യമായിട്ട് വെള്ളം കുടിക്കുക. 25 കിലോഗ്രാം തൂക്കത്തിന് 1 ലിറ്റർ എന്നുള്ള കണക്ക് വെച്ച്, അപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങളുടെ തൂക്കമായിട്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. പിന്നെ ഷുഗർ കഴിക്കാതിരിക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റും കഴിക്കാതിരിക്കുന്നതാണ്. കഴിക്കുന്നതിൽ കൂട്ടേണ്ടത് നട്ട്സ് കൂട്ടണം, സീഡുകൾ കൂട്ടണം, ഹോൾ ഗ്രെയിൻസ് കൂട്ടണം. ഓക്കെ. നമ്മൾ ഒരു 60-70% സ്റ്റൊമക്ക് ഫുള്ളാക്കാവും. കഫൈന് ആൽക്കഹോളൊക്കെ വളരെ മിനിമൈസ് ചെയ്യാം. പിന്നെ മറ്റൊരു കാര്യം വെച്ചാൽ നിങ്ങൾ എണ്ണയൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്കൊക്കെ ഒരു 1.5-1.25-2 കിലോ തൂക്കത്തോളം ശരീരത്തിൽ നമ്മുടെ സ്റ്റൊമക്കിൽ ബാക്ടീരിയ ഉണ്ട്. ഗട്ട് ബാക്ടീരിയ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഗട്ട് ബ്രെയിൻ ആക്സസ് എന്ന് പറഞ്ഞൊരു സംഭവം നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ മതി, യൂട്യൂബിൽ കിട്ടും. അപ്പോൾ നമ്മുടെ ഈ വിശന്നിരുന്നാൽ അല്ലെങ്കിൽ നമുക്ക് ചേരാത്ത ചില ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഈ വയറ്റിലെ ഈ ബാക്ടീരിയ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആവും. അതിൻ്റെ ഒരു ആവാസ വ്യവസ്ഥ തന്നെ നഷ്ടപ്പെടും. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് പലപ്പോഴും തലവേദന വരും, സ്റ്റൊമക്ക് അപ്സെറ്റ് വരും, മൂഡ് സ്വിങ് ഉണ്ടാകും, ഡിപ്രഷൻ ഉണ്ടാകും. അപ്പം എല്ലാ ദിവസവും രാവിലെയും വൈകിട്ട് ഓരോ കപ്പ് തൈരും കൂടെ കഴിക്കാൻ നോക്കുക, അല്ലെങ്കിൽ യോഗർട്ട് കഴിക്കുക. ഡോക്ടർമാരത് കുറച്ചുകൂടെ മെച്ചപ്പെടുത്തി പറയാറുണ്ട്. ഒരു ചെറിയ 1/2 സ്പൂണ് ടർമറിക്ക് അല്ലെങ്കിൽ കുർക്കുമിൻ പ്ലസ് ഒരു 1/4 സ്പൂൺ ഒരു പിഞ്ച് കുരുമുളകിൻ്റെ പൗഡർ കൂടെ ചേർത്ത് കഴിക്കുന്നത് വളരെ നന്നാകുമെന്ന് പറയുന്നുണ്ട്. കാരണം ഏതാണ്ട് 39 ട്രില്യൺ ബാക്ടീരിയാസാണ് നമ്മുടെ ഉള്ളിലുള്ളത്. അവയ്ക്ക് കൃത്യമായിട്ട് ജീവിക്കാൻ പറ്റിയ സാഹചര്യം ആഹാരം ചെന്നില്ലെങ്കിൽ നമ്മൾ ഡിസ്റ്റർബ്ഡ് ആവും. അപ്പം നമുക്ക് ഈ വേഗസ് നെർവ് വഴിയാണ് ബ്രെയിനിലേക്ക് ഹാപ്പിനെസ് ഹോർമോണൊക്കെ പോകുന്നത്. അത് കൃത്യമായിട്ട് പോകാതായി കഴിഞ്ഞാൽ നമ്മൾ വളരെ ബുദ്ധിമുട്ടും സങ്കടവും ഡിപ്രഷനും മൂഡ് സ്വിങ്ങൊക്കെ ഉണ്ടാവും. ഓക്കെ. അതുപോലെ നമുക്കൊരു ഡെയിലി ആക്ടിവിറ്റി, എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി 30 മിനിറ്റ്സ് എങ്കിലും നമ്മൾ, അപ്പോൾ കാർഡിയോ അല്ലെങ്കിൽ സ്ട്രെച്ചിങ്, യോഗ. അപ്പോൾ സാധാരണഗതിയിൽ ഒരു 8000 മുതൽ 10000 സ്റ്റെപ്സ് വരെ ഒരു ദിവസം നമ്മൾ ഉപയോഗിക്കുന്ന ആൾക്കാർ ഹെൽത്തി ആയിരിക്കും എന്നുള്ളതാണ് ശാസ്ത്രത്തിൻ്റെ കണ്ടെത്തൽ. ഇനി എല്ലാ 60 മിനിറ്റിലും നമ്മളൊന്ന് മൂവ് ചെയ്യുക. കോർ ട്രെയിനിങ് പോസ്റ്റേഴ്സ്, നമ്മൾ നിൽക്കുന്ന തന്നെ വെർട്ടിക്കൽ ലോഡ് കറക്റ്റ് ചെയ്യാനായിട്ടുള്ളത്, ബ്രീതിങ് എക്സസൈസ്, ഇരിക്കുന്നതാണെങ്കിലും പ്രോപ്പർ എർഗണോമി ഉപയോഗിച്ച് വേണം ഇരിക്കാനായിട്ട്. സൺലൈറ്റ് എപ്പോഴെങ്കിലും നമുക്ക് കുറച്ചെങ്കിലും എടുക്കാനായിട്ട് ഔട്ട്ഡോറിൽ നമ്മൾ ടൈം വേണം. ഫൺ ആക്ടിവിറ്റീസ് ആയിട്ട് നമ്മൾ കുറച്ചെങ്കിലും ചെയ്യണം. അപ്പോൾ ഒരു 7 to 8 hours നമ്മൾ ഉറങ്ങണം. അപ്പം റെഗുലർ സ്ലീപ്പ് വേണം. ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ സ്ക്രീൻ ടൈം കട്ട് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഉറങ്ങാനുള്ള സ്ഥലം കുറച്ചുകൂടെ ഡാർക്കായിട്ടുള്ള സ്ഥലത്ത് നമുക്ക് ഉറങ്ങാം. ക്വയറ്റ് റൂമായിട്ട് കുറച്ചുകൂടെ ക്വാളിറ്റി കിട്ടാനായിട്ട് നമുക്ക് അങ്ങനെ ഉറങ്ങാം. പിന്നെ നമുക്ക് നമ്മുടെ സർക്കാഡിയം റിതം മാനേജ് ചെയ്യാവുന്ന രീതിയിലുള്ള ലൈഫായിരിക്കണം നമ്മൾ. അപ്പോൾ അതുപോലെ തന്നെ എല്ലാ ദിവസവും എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചെങ്കിലും വായിക്കുക. മെഡിറ്റേറ്റ് ചെയ്തതിന് ശേഷം വായിക്കുമായിരിക്കും നല്ലത്. അപ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ് ലൈറ്റ് മീൽസ് ആയിരിക്കും എപ്പോഴും നമുക്ക് പറ്റുന്നത്. സ്റ്റൊമക്ക് ഫുൾ എടുക്കേണ്ട കാര്യമില്ല. അപ്പം സ്ട്രെസ്സ് മാനേജ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് മെത്തേഡുണ്ട്. നമ്മുടെ മെഡിറ്റേഷൻ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം ബോഡിയിലെ നമ്മളുടെ കെമിക്കൽസ് എല്ലാം ബയോകെമിസ്ട്രി പെട്ടെന്ന് ബാലൻസ് ചെയ്യും. മെഡിറ്റേഷൻ കഴിയുമ്പോൾ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ബാലൻസ്ഡ് ആകും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വർക്കൗട്ട് റിക്കവറി, അത് ഇമോഷണൽ ഹെൽത്ത് വളരെ നന്നായിരിക്കും. അപ്പോൾ ഡെയിലി മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഈ നിമിഷത്തിൽ മാത്രം ജീവിക്കുക, ഹിയർ ആൻഡ് നൗ. ഇന്നലകളിലേക്കോ കഴിഞ്ഞ മാസങ്ങളിലേക്കോ പുറകോട്ടൊന്നും പോവുകയോ ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പഴയ അനുഭവങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. നാളുകളിലേക്ക് ഒത്തിരി പോകേണ്ട, ഈ നിമിഷത്തിൽ മാത്രം മൈൻഡിനെ, അത് 1 മാസത്തെ പരിശീലനം കൊണ്ടൊക്കെ നമുക്ക് കിട്ടും. എല്ലാ ദിവസവും ജേർണലിംഗ് നടത്തുക. ജേർണലിംഗ് ഒരു തെറാപ്പി തന്നെയാണ്. അപ്പോൾ നമുക്ക് നെഗറ്റീവ് മീഡിയ, അപ്പം അതുകൊണ്ട് തന്നെ നെഗറ്റീവ് ന്യൂസ് വരുന്ന പത്രം TV ഒന്നും കാണാതിരിക്കുക.
അപ്പോൾ സ്ട്രോങ് റിലേഷൻഷിപ്പ് എപ്പോഴും നല്ല ഫ്രണ്ട്ഷിപ്പ് വളരെ നല്ലതാണ്. ഗ്രാറ്റിറ്റ്യൂഡ് കൂടെ എക്സ്പ്രസ് ചെയ്യുക, സ്ട്രെസ് മാനേജ്മെൻറ്റ് ടെക്നിക്സ്, ക്രിയേറ്റീവ് ഹോബീസ്, അപ്പോൾ അതുപോലെ തന്നെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസിന് വേണ്ടിയിട്ട് നമ്മൾ പോവുക. അപ്പം നമ്മൾ കഴിയുന്നത്രയും നമുക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് ഹെൽപ്പ് എടുക്കണം. പിന്നെ നമ്മൾ പറ്റുന്നത്ര സ്മൈല് ചെയ്യുക, കൂടെ നമ്മൾ ചിരിക്കുക. ഇതെല്ലാം നമ്മളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് നല്ല സമചിത്തതയോടുകൂടിയുള്ളൊരു മനസ്സുമായിട്ട് നമുക്ക് ജീവിക്കാൻ ഇപ്പോൾ ഇന്ന് അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു തിയറി പാർട്ട് കണ്ടതിന് ശേഷം ഹീലിംഗ് സെഷന് വേണ്ടിയിട്ട് വരുമായിരിക്കും നിങ്ങൾക്ക് കൂടുതലും മൈൻഡ് മാസ്റ്ററിൽ നന്നായിട്ട് റിസൾട്ട് ഉണ്ടാക്കാനായിട്ട്, ഓഗ്മെൻറ്റഡ് റിസൾട്ട്, സൂപ്പർ റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് നമുക്ക് പറ്റുക. ഓൾ ദി ബെസ്റ്റ്.